നരസിംഹ സ്വാമിയുടെ 148ാമത് ജയന്തി ദിനത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഞാനിന്ന് രാവിലെ നരസിംഹരാവ് സ്വാമികളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിന്തയാണ്, ഗുരുദേവൻ സശരീരനായിരിക്കുന്ന സമയത്ത് ഏറ്റവും വാത്സല്യം നേടിയ ഒരു ശിഷ്യനായിരുന്നു നരസിംഹ സ്വാമികളെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ആലോചിച്ച സമയത്ത്, ഇത്രയും സൗഭാഗ്യം കിട്ടിയ ഒരു ശിഷ്യൻ ഗുരുദേവന് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള, ശിഷ്യന്മാർക്ക് പോലും ഇങ്ങനെ ഒരു സമാധി മന്ദിരവും ഈ രീതിയിലുള്ള ഒരു ചുറ്റുപാടുകളും ഇങ്ങനെയുള്ള ഒരു മന്ദിരവും ഈ ഒരു ജയന്തി ആഘോഷങ്ങൾ, ഞാനിവിടെ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ആദ്യത്തെ 146ാമത് ജയന്തി സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് സരദാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു ചടങ്ങിന് ഞാൻ വരാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പൊ ഞാനിന്ന് ആലോചിക്കുമായിരുന്നു, ഇത്രയും സൗഭാഗ്യം നിറഞ്ഞ ഒരു ശിഷ്യൻ വേറെ ഒരു സന്യാസി ശിഷ്യൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആനന്ദതീർത്ഥരെയും സ്വാമി ബോധാനന്ദ സ്വാമികളുടെ, സ്വാമി ശിവരുദ്രദാസ് സ്വാമികളുടെയൊക്കെ സമാധി മന്ദിരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും രീതിയിൽ ഇതേ രീതിയിലുള്ള ഒരു കാര്യമായി ജയന്തി ആഘോഷിക്കുന്നത്, അത് തീർച്ചയായും നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ സച്ചിദാനന്ദ സ്വാമികളുടെ ഒരു നിഷ്ഠ, അതാണ് ഇത് ഇവിടെ ഈ രീതിയിൽ അത് എത്തിച്ചിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ ഈ ചടങ്ങിലൂടെ പങ്കെടുക്കുകയും അവരെല്ലാവരും, ഇപ്പൊ ഞാൻ തന്നെ ബോംബെയിൽ നിന്ന് വന്നതാണ്. ഞാൻ നേരത്തെ ജോസ് മോഹൻ പറഞ്ഞ മാതിരി ഇതിനു വേണ്ടിയല്ല, പക്ഷെ ഇതിന് വേറെയുള്ള കുറെ ചടങ്ങുകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിന് എത്തിച്ചേർന്നത് തന്നെ. അത് ഒരു വലിയൊരു കാര്യമാണ്. ശരിക്കും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിന്റെ പ്രസക്തി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യരെല്ലാവരും മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവനാകുന്ന ആ ഒരു സൂര്യ തേജസ്, അതിനു ചുറ്റും ആ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളായിട്ടായിരുന്നു ഗുരുദേവന്റെ ശിഷ്യന്മാർ, സന്യാസി ശിഷ്യന്മാരാണെങ്കിലും ഗൃഹസ്ഥ ശിഷ്യന്മാരാണെങ്കിലും ഒക്കെ വർദ്ധിച്ചിരുന്നതില്ല. ഗുരുദേവന്റെ സമാധിക്ക് ശേഷം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഗുരുദേവന്റെ സന്ദേശങ്ങളും ദർശനവും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ ഇന്നിപ്പം അത് ഗുരുദേവൻ സമാധിയായിട്ട് ഏകദേശം 100 വർഷത്തോടൊപ്പം അടുക്കുന്നുണ്ട്. പക്ഷെ ഗുരുദേവന്റെ പ്രശസ്തി, അത് പറഞ്ഞ മാതിരി 100 വർഷങ്ങൾക്ക് ശേഷം ഗുരുദേവന്റെ പ്രശസ്തി ഏത് ആചാര്യന്മാരെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശസ്തി ലോകത്തിലേക്ക് എത്തിച്ചേർന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ ഗുരുദേവന്റെ പ്രശസ്തി 100 വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ ഇപ്പൊ ലോകത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിസ്സീമമായി പ്രവർത്തിക്കുന്ന ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റുള്ള സന്യാസിമാരും ഒക്കെ വളരെയേറെ ബഹുമാനവും അവർ വളരെയേറെ ബഹുമാനം അർഹിക്കുന്നുണ്ട്. ശരിക്കും വത്തിക്കാനിൽ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം പോകാൻ എനിക്കും അനൂപ് ഏട്ടനും എല്ലാം ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചു. ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഗുരുദേവ ഗാന്ധി സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. ഇവിടെയൊക്കെ ഗുരുദേവന്റെ സന്ദേശങ്ങളും ദർശനവും ഒക്കെ ലോകത്തിലേക്ക് എത്തിക്കും. മലയാളത്തിൽ നിന്നും ഒരു പ്രത്യേക സമുദായത്തിൽ ഈ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശ്ലാഘനീയമാണ്. ഇനി അടുത്ത മാസം അടുത്ത ഒക്ടോബറിൽ 14-ാം തീയതി ഓസ്ട്രേലിയയിൽ നടക്കുന്ന സമ്മേളനവും, ഇതൊക്കെ ഗുരുദേവൻ്റെ പ്രശസ്തി നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളാണത്. ശരിക്കും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഇപ്പം ഗാസയിൽ നടക്കുന്ന, ഇപ്പം പാലസ്തീൻ ഇസ്രായേൽ സംഘർഷമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ലോകങ്ങളും, ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷം, മധ്യപൂർവേഷ്യയിലുള്ള എല്ലാ അനിശ്ചിതാവസ്ഥകളൊക്കെ ശരിക്കും മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു കാര്യമാണ്. നേരത്തെ ശ്രീ അനൂപേട്ടൻ പറഞ്ഞതിലൂടെ മനുഷ്യൻ ഉറങ്ങുമ്പോൾ മാത്രമേ മനുഷ്യനായിട്ടുള്ളൂ. ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം മറ്റുള്ള മതസ്ഥരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ മനുഷ്യരായി ജീവിക്കാനും നമ്മൾ മനുഷ്യരായിട്ട് മുന്നേറാനാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഗുരുദേവൻ്റെ സന്ദേശങ്ങളും ദർശനങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുകയും നമ്മളുടെ തലമുറയ്ക്ക്, ഇന്നത്തെ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും സൗഭാഗ്യം സൃഷ്ടിച്ച ഒരു തലമുറയാണ്
നമ്മളുടെ ഇന്നത്തെ ഈ വളർന്നു വരുന്ന തലമുറയൊക്കെ. അവർക്ക് ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാത്തിനകത്തും അവളൊരു വളരെ കെങ്കേമന്മാരാണ്. പക്ഷേ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചിട്ടും മാനുഷിക പരിഗണനകളെക്കുറിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മളുടെ കുട്ടികൾ ആ രീതിയിലേക്ക് വളരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അപാര അതിപ്രസരണം കാരണവും വരുന്ന വാർത്തകളൊക്കെ ഇന്ന് നമുക്ക് ഒരു വാർത്തകൾ പോലും വിശ്വസിച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. എന്താണ് സത്യം എന്താണ് അസത്യം എന്നുള്ള രീതിയില്ല. അതേ രീതിയിലുള്ള ഇന്ന് മീഡിയയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാവരും വളച്ചൊടിച്ച വാർത്തകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ മീഡിയയെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു, അതെങ്ങനെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളതെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ശരിക്കും ഇന്ന് വിദ്വേഷ പ്രചരണങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതലും ഈ ഡിജിറ്റൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേമാതിരി തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെ രാഷ്ട്രീയം പലപ്പോഴും ജാതികളുടെയും മതത്തിൻ്റെയും പേരിലേക്കുള്ള സംഘർഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ തത്വചിന്തയുടെ 3 പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സാമൂഹിക സമത്വമായിരുന്നു. നമ്മൾ എത്ര പേരെന്ന് അതിലേക്ക് നമ്മൾ ഊന്നൽ നൽകുന്നുണ്ട്. സാമൂഹിക സമത്വമായിരുന്നു ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ ആനുകാലികമായിട്ടുള്ള ഏറ്റവും അതിൻ്റെ കാതൽ. പക്ഷേ അതിനുശേഷം നമ്മൾ വിജ്ഞാനവും വിദ്യാഭ്യാസവും ഇത്രയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് അനുമതി നൽകുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത് വിദ്യാഭ്യാസമാണ്. നമ്മുടെ നരസിംഹസ്വാമികൾ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്ന സമയത്ത് നാഗമ്പട ക്ഷേത്ര മൈതാനത്ത് ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. അപ്പം അത് നരസിംഹസ്വാമികളുടെ ജീവിതത്തിലും എല്ലാം കാര്യം ഈ പറയുന്ന നരസിംഹസ്വാമികളുടെ ജീവിതത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സാമൂഹിക സമത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. പിന്നെ ഗുരുവിൻ്റെ രണ്ടാമത്തെ കാര്യം വിജ്ഞാനവും വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇൻഫർമേഷൻ, നോളജ് ആൻഡ് വിസ്ഡം. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻസും നോളജും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ വിസ്ഡം, ഈ വിജ്ഞാനത്തിലേക്ക് നമ്മളുടെ സമൂഹം എത്രത്തോളം മുന്നേറി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം ആത്മീയമായ ഒരു സൗഹൃദം, ആത്മീയത, ഗുരുദേവൻ്റെ ആത്മീയത. ഇന്ന് സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളെല്ലാം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു ശക്തി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേടി നമ്മൾക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്ന് നമ്മളുടെ തലമുറയിൽ നിന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ അത് മുദ്ര കുത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ ഈ പറയുന്ന നമ്മളുടെ ആത്മീയപരമായിട്ടുള്ള ഈ ഒത്തുചേരലുകൾ കരിക്കും നരസിംഹസ്വാമിയുടെ ജയന്തി ആണെന്നുണ്ടെങ്കിലും ഗുരുദേവൻ്റെ ദർശനങ്ങളെ പ്രചരിപ്പിക്കാനുള്ള എന്ത് മാർഗങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഒരു ആത്മീയ പുരോഗതിയോടൊപ്പം തന്നെ സാമൂഹിക പുരോഗതി നമ്മൾ കൈവരിക്കുകയാണ്. ഇന്ന് ശരിക്കും ഇവിടെ കുട്ടികളെ നമുക്ക് കുറച്ച് അവാർഡ് വാങ്ങിക്കാൻ വന്ന കുട്ടികൾ മാത്രമാണ് ഈ ചടങ്ങിൽ വന്നിരിക്കുന്നത്. പക്ഷേ അവരെ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അവരും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ഇതേമാതിരി ഉള്ള ആൾക്കാരൊക്കെ വന്ന് ഇവിടെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മളുടെ ഇങ്ങനെയുള്ള ഓരോ സമ്മേളനങ്ങളും കൊണ്ട്. ഗുരുദേവൻ തീർത്ഥാടന സന്ദേശത്തിൻ്റെ പറഞ്ഞ പ്രധാന കാര്യം തന്നെ അതാണ്. 8 വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ട് വിദഗ്ധരായിട്ടുള്ള പ്രാസംഗികരെ വിളിച്ചിട്ട് സംസാരിക്കുക, അതിൽ നിന്ന് സമൂഹത്തിന് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതായിരിക്കണം തീർത്ഥാടന ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേമാതിരി എന്തായാലും എല്ലാ വർഷങ്ങളിലും ഈ രീതിയിലുള്ള കാര്യങ്ങളിവിടെ നടത്തുന്ന ശാരദാനന്ദ സ്വാമിക്കും ശിവഗിരി മഠത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവ ദർശനം അല്ലെങ്കിൽ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ബാബു സാറൊക്കെ ഇനി അടുത്ത മന്ത്രിസഭയൊക്കെ മാറി വരുന്നതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ സാമുദായിക ഐക്യങ്ങൾ ഉൾപ്പെടുത്തുന്ന പാഠഭാഗങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ചേർക്കണം. കാര്യം ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മതത്തെ പഠിച്ചെങ്കിൽ മാത്രമേ മതം എന്താണ്, എല്ലാ മതങ്ങളുടെയും സാരാംശം എന്താണെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ സാമുദായിക ഐക്യത്തെക്കുറിച്ചുള്ള
പാഠഭാഗങ്ങൾ, അത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഗുരുദേവൻ്റെ ജീവചരിത്രവും ഗുരുദേവൻ്റെ സന്ദേശങ്ങളും ദർശനമൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗത്തിൽ നമുക്ക് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ നമ്മൾ വേണ്ടുന്ന ഗവൺമെൻറ് തലത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ സാമൂഹികപരമായിട്ട് കുറച്ച് ഉന്നമനത്തിലേക്ക് നമുക്ക് പോകാനുള്ള കാര്യങ്ങളാവും. പിന്നെ സമുദായപരവും മതപരവുമായ സമ്മേളനങ്ങൾ സംവാദങ്ങളും സംഘടിപ്പിക്കുക, പ്രത്യേകം മേഖലയെ തിരഞ്ഞെടുത്ത്. അത് തന്നെ ഞാൻ ഇവിടെ നടന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സമുദായപരമായും മതപരവുമായ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ അന്തസത്ത, അതെന്താണ് മനുഷ്യനെ നന്നാകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കുക. യുവജനങ്ങൾ സ്വമേധയാ സേവന മനോഭാവം വളർത്തുക. കാരണം ഇന്ന് കുട്ടികൾക്ക് അവർക്ക് മറ്റുള്ളവരെ പ്രത്യേകിച്ചും കേരളത്തിൽ കുറേയൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെയൊക്കെ ഞാനൊക്കെ ഈ ബോംബെയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് സേവന മനോഭാവത്തെക്കുറിച്ച് നമുക്ക് യുവജനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. കാര്യം അവർക്ക് അവരുടേതായ മൊബൈൽ ഫോണും ഐപാഡും അല്ലെന്നുണ്ടെങ്കിൽ വേറെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സമയം ചെലവഴിച്ചിരിക്കുകയാണ്. പക്ഷേ സേവന മനോഭാവം ഇന്ന് നമുക്ക് ഭാഗ്യം കൊണ്ട് കേരളം, കാര്യം നമ്മളിപ്പം വയനാട് ദുരന്തമാണെന്നുണ്ടെങ്കിലും വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നപ്പോഴും നമ്മളുടെ യുവാക്കൾ അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് ഒരു ഭാരതത്തിൽ അത് എത്രത്തോളം നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് വളരെയേറെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മളുടെ കുട്ടികളിൽ അവർക്കൊരു സ്വമേധയ ഒരു സേവന മനോഭാവം വളർത്തിയെടുക്കാൻ തുടക്കം മുതലേ തന്നെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ്. പിന്നെ കേരളത്തിൻ്റെ മാതൃക മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രാവർത്തികമാക്കിയൊക്കെ ഗുരു സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കാര്യം ഗുരുദേവൻ്റെ സന്ദേശവും ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നിങ്ങനെ ഒരു വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായിട്ടും ശുചിത്വപരമായിട്ടുമൊക്കെ നമ്മൾ ഇന്ന് ഇത്രയും മുന്നേറാനുള്ള സാധ്യത കാര്യങ്ങളുണ്ടായിരിക്കുന്നത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നും അവർ വളരെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൻ്റെ ചില നല്ല കാര്യങ്ങൾ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. ഒരു കാര്യം മാത്രം, നമ്മുടെ കേരളത്തിലെ എല്ലാ യുവജനങ്ങളും വിദ്യാഭ്യാസവുമായിട്ട് വെളിയിലേക്ക് പോകുന്നു. ഇതേമാതിരി പ്രായമാകുന്ന കുറേ ആൾക്കാർ മാത്രം ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യുവജനങ്ങളെ മടക്കി കൊണ്ടുവരിക, അവർക്ക് വേണ്ടുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവറേജ് ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 28.9 ലോകത്തിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ കേരളത്തിൻ്റെ ആയുർദൈർഘ്യം ഏകദേശം 50 വയസ്സിന് മുകളിലേക്ക് പോയിരിക്കുന്നുണ്ടാണ് പുതിയ പഠനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം കേരളത്തിലുള്ള യുവജനങ്ങളെല്ലാം ബ്രെയിൻ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുക, അവരെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം മാറിയിട്ട് നമ്മളുടെ ഗുരുദേവൻ സൃഷ്ടിച്ച കേരളം ഒരു എന്താ പറയുക, ഒരു മാതൃകാ സംസ്ഥാനമായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഗുരുദേവൻ്റെ പാത പിന്തുടർന്ന് ഗുരുദേവൻ്റെ ജീവചരിത്രവും ഗുരുദേവ കൃതികളും ഗുരുദേവ ശിഷ്യന്മാരെക്കുറിച്ചും പഠിക്കുകയും ഇതേമാതിരിയുള്ള ചടങ്ങുകളൊക്കെ കാലാകാലങ്ങളിൽ നടത്തുകയൊക്കെ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെയും നരസിംഹസ്വാമികളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.